വയോജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അതൊരു വെൽഫെയർ പ്രോജക്റ്റ് അല്ല, കുറെ ഔദാര്യം വാരി കൊടുക്കുന്ന വെൽഫെയർ പ്രോജക്റ്റ് അല്ല. അത് ലോകരാജ്യങ്ങളിൽ ഫലപ്രദമായി അത് നടപ്പിലാക്കിയ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ സീനിയർ സിറ്റിസൺസിന് ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സർ, അവരെ നമ്മൾ സഹായിക്കും, പക്ഷെ അവരെ കൺസ്ട്രക്റ്റീവ് ആക്കണം. ഈ പോപ്പുലേഷൻ്റെ ഒരു മേജർ ചങ്ക് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഇരിക്കരുത്. അവരെ നമുക്ക് ഈ യുവത്വവുമായി കൂട്ടിയിണക്കി മെർജ് ചെയ്ത് അവരെ കൂടി കൺസ്ട്രക്റ്റീവ് ആക്കാനുള്ള പദ്ധതികൾ ഈ സീനിയർ സിറ്റിസൺസ് വകുപ്പ് പ്രഖ്യാപിക്കും. സർ, അതിൽ ഏറ്റവും പ്രായമായവർ, തളർന്നു കിടക്കുന്നവർ, വയ്യാതാകുന്നവർ, സർ, അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഒരാളും സാമൂഹ്യമായി ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തും സർ ഈ സർക്കാർ. അതിനാണ് കെയർ ഗീവർ പദ്ധതികൾ ആരംഭിക്കുന്നത്. പണമുള്ളവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെയർ ഗീവർ പദ്ധതിയാണ്. 3 മാസത്തെ കോഴ്സും 3 മാസത്തെ പ്രാക്ടീസും. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മോഡലാണ് സിലബസ്. നഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും അത് തുടങ്ങട്ടെ. ഗവൺമെന്റ് കൊടുക്കുന്ന സിലബസിൽ പുറത്തു വരുമ്പോൾ അവർക്ക് ജോലി കിട്ടും. 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും. പണമുള്ളവരവരെ വെക്കട്ടെ, പണമില്ലാത്ത പാവങ്ങൾക്ക് ഈ ഗവൺമെന്റ് വേറെ സംവിധാനം ഒരുക്കും. സർ, അവരെയെല്ലാം ചേർത്ത് നിർത്താൻ, രോഗികളെ, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ചേർത്ത് നിർത്താനാണ് വൺ കേരള കരുതൽ മിഷൻ തുടങ്ങിയിരിക്കുന്നത്. സർ, ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്തരം ഒരു പദ്ധതിയുമായി ഈ ഗവൺമെന്റ് പോകുന്നത്. സർ, അവിടെ നടപടികൾ ഉണ്ടാകും, ആ ചേർത്ത് നിർത്തൽ ഉണ്ടാകും, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഒരു വശത്ത് നമ്മുടെ ഇക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ. സർ, നമുക്കറിയാം 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്. ബാക്കി 100 രൂപ കിട്ടിയാൽ 23 രൂപയാണ് ബാക്കി പാലം പണിയാൻ, റോഡ് പണിയാൻ, ബാക്കിയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്താൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോ പുതിയ വികസന പദ്ധതികൾക്കോ പുതിയ ക്ഷേമ പരിപാടികൾക്കോ പണം കൊടുക്കാനില്ല. സർ, ടാക്സ് ചുമത്തിയിട്ടല്ല. അതാണ് ഞങ്ങളുടെ പുതിയ എക്കണോമിക് മോഡലാണ്. ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെച്ചിട്ടല്ല ഖജനാവിൽ പണം നിറയ്ക്കുന്നത്. സർ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ സർക്കാർ ഖജനാവ് നിറയ്ക്കും. എങ്ങനെയാണ്? കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കർശനമായ നടപടികൾ, ഖജനാവിന്റെ ലീക്കേജ് തടയാൻ, കൃത്യമായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. സർ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കതിനുള്ള ആത്മവിശ്വാസമുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ആക്ടിവിറ്റികൾ ഉണ്ടാക്കി, മണി സർക്കുലേഷൻ ഉണ്ടാക്കി ഞങ്ങൾ ഖജനാവ് നിറയ്ക്കും. സർ, അതാണ് ഈ ഗവൺമെന്റിന്റെ ഈ സമീപനം എല്ലാ കാര്യത്തിലും. സർ, പുതിയ ഡെലിവറി മോഡലുകൾ ഉണ്ടാകണം. ഞാനിവിടെ പറഞ്ഞു സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു മൊത്തം. സർ, ഈ ബജറ്റിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം, പൊതുരംഗവും സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ചൊരു വാചകമുണ്ടോ? സർ, എന്ത് ആഘോഷമാണ് ഇത്! പ്രൈവറ്റൈസ് ചെയ്യാൻ പോയാൽ സർ, ഒരു സ്ഥാപനവും പ്രൈവറ്റൈസ് ചെയ്യില്ല. ഒരു സ്ഥാപനവും. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബജറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് ചർച്ച. സമൂഹ മാധ്യമങ്ങളിലും ഒരു വാചകം ഈ ബജറ്റിലില്ല. സർ, ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ പോകുന്നവരല്ല. നിങ്ങൾ നോക്കിക്കോ, KSRTC 3000 കോടി നിങ്ങൾ കൊടുക്കാനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞങ്ങൾ മാറ്റം വരുത്തും. KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല എന്നിവിടെ ആരോ പറഞ്ഞു സപ്ലൈകോയെ പറ്റി. ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല സാറേ, പറയുന്നതിനേക്കാൾ നല്ല പ്രവർത്തിക്കാനാ. അതിലൊരു വാചകമുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ സംഭരണം നടത്തും സപ്ലൈകോ, ലാഭമുണ്ടാക്കും. സർക്കാർ സബ്സിഡി കൊടുക്കാതെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഞങ്ങൾ സ്വയം പര്യാപ്തമാക്കും.